പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 165 വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് തുടർന്ന് പഠിക്കുന്നത്. വലൗ യറല്ലദീന ളമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. ഇതാണ് പ്രസ്തുത ഭാഗം. ചില മസ്അലകൾ പ്രത്യേകം ശ്രദ്ധ ഊന്നേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ വചനം. വലൗ യറല്ലദീന ളമൂ, ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യറൗനൽ അദാബ, ശിക്ഷയെ അവർ കാണുന്ന സമയം അല്ലെങ്കിൽ ശിക്ഷയെ അവർ കാണുകയായാൽ അതിനെ. വലൗ യറ എന്നുള്ളിടത്ത് വലൗ തറ എന്നും ഖിറാഅത്തുണ്ട്. നാഫിഉൽ മദനിയുടെയും ഇബ്നു ആമിർ അൽ ബസരിയുടെയും ഖിറാഅത്ത് വലൗ തറ എന്നാണ്. അപ്പോൾ അർത്ഥം വലൗ തറല്ലദീന ളമൂ, ദുൽമ് ചെയ്തവരെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യറൗനൽ അദാബ, അവർ അദാബിനെ കാണുന്ന സമയം അല്ലെങ്കിൽ അദാബിനെ കാണുകയായാൽ. ഇവിടെ യറ എന്ന് വന്നു തുടക്കത്തിൽ. വലൗ യറ, റുയയിൽ നിന്നാണ് യറ എന്ന ക്രിയ വിൽപ്പന്നമാകുന്നത്. റഅ യറ, റഅ എന്നത് ഭൂതകാലക്രിയ, യറ എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയ. അതേപോലെ റുയയിൽ നിന്ന് തന്നെയാണ് യറൗന, ഇത് യറൗനൽ അദാബ് എന്നിടത്തും ക്രിയ വന്നത്. റുയത്ത് രണ്ടുണ്ട്. ഒന്ന് റുയ ഖൽബിയ, അകക്കണ്ണിൻ്റെ കാഴ്ച, അതാണ് അറിവ്. അറുയൽ അൽ ഇൽമിയ, അറിവ് എന്ന അർത്ഥത്തിലുള്ളത്. അതേപോലെ അറുയൽ ബസരിയ, പുറംകണ്ണിൻ്റെ കാഴ്ച. ഇവിടെ വലൗ യറല്ലദീന ളമൂ ഇദ് യറൗനൽ അദാബ് എന്നിടത്ത് രണ്ടിടത്ത് വന്ന റുയത്ത്, അതെന്താണ്? അത് റുയ ബസരിയയാണ്, കണ്ണിൻ്റെ കാഴ്ചയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രതിപാദിക്കുന്നതെന്നാണ് പല പ്രാമാണികരും പറഞ്ഞത്. വലൗ യറല്ലദീന ളമൂ, ദുൽമ് ചെയ്തവർ കണ്ടിരുന്നെങ്കിൽ, ഇദ് യറൗനൽ അദാബ്, അവർ അദാബിനെ കാണുന്ന സമയം അല്ലെങ്കിൽ അതിനെ കാണുകയായാൽ. എന്തുകൊണ്ടാണ് ഇവിടെ റുയ അൽ ബസരിയ, കണ്ണിൻ്റെ കാഴ്ചയാണ് ഉദ്ദേശമെന്ന് പറഞ്ഞത്? റുയ അൽ ഖൽബിയ അല്ലെങ്കിൽ റുയ അൽ ഇൽമിയ ആയിരുന്നുവെങ്കിൽ അത് രണ്ട് മഫ്ഊലിലേക്ക്, രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകിടക്കണം. ഇവിടെ ഒരു മഫ്ഊൽ മാത്രമാണ്, കർമ്മം മാത്രമാണ് പ്രയോഗിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് കണ്ണിൻ്റെ കാഴ്ചയാണ് എന്ന് ചില പ്രാമാണികർ തീർത്തു പറഞ്ഞത്. ചിലർ പറഞ്ഞിട്ടുണ്ട് വലൗ യറല്ലദീന ളമൂ, ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അകക്കണ്ണിൻ്റെ കാഴ്ച, അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന അർത്ഥത്തിൽ. ആദ്യത്തെ റുയ അത് ഇൽമിയയാണ്. ഇദ് യറൗനൽ അദാബ് എന്നുള്ളിടത്ത് റുയ അത് ബസരിയയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ് ചെയ്തവർ ശിക്ഷയെ കൺകൊണ്ട് കാണുന്ന ആ സമയം അല്ലെങ്കിൽ കൺകൊണ്ട് കാണുകയായാൽ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ എന്നിവിടെ പറയുകയാണ്. ലൗ എന്നുള്ളത് ഷർത്തിയയാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ലൗ യറ, കണ്ടിരുന്നുവെങ്കിൽ. നാഫിൻ്റെയും ഇബ്നു ആമിറിൻ്റെയും ഖിറാഅത്ത് പ്രകാരം ലൗ തറ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ. അക്രമികൾ അല്ലെങ്കിൽ ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യറൗനൽ അദാബ്, അവർ അദാബിനെ കാണുകയായാൽ അല്ലെങ്കിൽ കാണുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാണുകയായാൽ എന്ന് പറഞ്ഞിട്ടില്ല. ലൗ യറല്ലദീന ളമൂ എന്നതിൻ്റെ ജവാബ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഷർത്ത് പറഞ്ഞു, ജവാബ് എന്ത് എന്ന് പറഞ്ഞില്ല. അതെന്തുകൊണ്ട്? അതാണ് ഇവിടുത്തെ ഗൗരവപ്പെട്ട വിഷയം. ഇദ് യറൗന എന്നതിന് നമ്മൾ രണ്ടർത്ഥം പറഞ്ഞു. ഒന്ന് ഹീന യറൗന, അവർ കാണുന്ന സമയം, ശിക്ഷയെ കാണുന്ന അവസരം എന്നാണ്. ഇദ് എന്ന് പറഞ്ഞാൽ ഹീന എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥം പറഞ്ഞത് കാണുകയായാൽ എന്നാണ്, ഇദാ എന്ന അർത്ഥത്തിൽ. ഇദ് എന്നത് ഭൂതകാല ക്രിയക്ക് മുമ്പിലാകുമ്പോൾ അപ്പോഴാണത് ഭൂതകാലത്തെ അറിയിക്കുക. എന്നാൽ ഇദ് എന്നതിന് ശേഷം ഇവിടെ പറഞ്ഞതുപോലെ യറൗന, വർത്തമാന ഭാവികാല ക്രിയയാണ് വരുന്നത് എങ്കിൽ അപ്പോൾ ഇത് പ്രയോഗിച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഇദാ എന്നാണ്. ഇദ് യറൗന എന്ന് പറഞ്ഞാൽ ഇദാ യറൗന അൽ അദാബ്, അവർ ശിക്ഷയെ കാണുകയായാൽ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇദാ യറൗനൽ അദാബ് എന്ന് പറയാതെ ഇദ് യറൗനൽ അദാബ് എന്ന് പറഞ്ഞു? ഭൂതകാലക്രിയക്ക് പ്രയോഗിക്കേണ്ട ഇത് എന്തുകൊണ്ട് ഇവിടെ ഭാവി കാലക്രിയക്ക് മുന്നിൽ കൊണ്ടുവന്നു? അത് തഹഖുഖുൽ വുഖൂ, ഈ ശിക്ഷ ഭവിക്കും എന്നത്
ഉറപ്പാണ് എന്നതിനെ ദ്യോതിപ്പിക്കാൻ, കഴിഞ്ഞു പോയ ഒരു സംഗതി എത്ര ഉറപ്പുള്ളതാണോ അത്ര തന്നെ ഉറപ്പുള്ളതാണ് വരാനിരിക്കുന്ന ഈ ശിക്ഷയെ കാണൽ എന്നതിനെ പ്രതിഫലിപ്പിക്കാനാണ് ഇതയുടെ സ്ഥാനത്ത് ഇത് പ്രയോഗിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ വലൗ യറല്ലദീന ളലമു എന്നാണ് പറഞ്ഞത്. ദുൽമ് ചെയ്തവർ, ഞാൻ ദുൽമ് ചെയ്തവർ എന്ന അർത്ഥം പറയുന്നത് എന്താണ് ഈ ദുൽമ്, ആരാണവർ എന്നുള്ളത് വഴിയെ വിശദീകരിക്കാനാണ്. പക്ഷേ ഇവിടെ വലൗ യറ എന്ന ക്രിയയുടെ കർത്താവ് അല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ എന്നുള്ളതാണ്. ആ ദുൽമ് ചെയ്തവർ ആര്? അത് ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്ന് പറഞ്ഞില്ലേ. അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവർ അവരാണ് അല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ. അതിനിടയിൽ വന്ന ഇടവാചകമാണ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അപ്പോൾ ഇവിടെ വലൗ യറൗന ഇദ് യറൗനൽ അദാബ് എന്ന് ദമീർ സർവനാമം പ്രയോഗിച്ചില്ല. ഇദ്മാർ സർവനാമം പ്രയോഗിക്കേണ്ട സ്ഥലത്ത് ഇദ്ഹാർ കർത്താവിനെ പ്രകടമാക്കി അല്ലദീന ളലമു എന്ന് പറഞ്ഞു. ആലിഹത്തിനെ അള്ളാഹുവിനോടൊപ്പം സമന്മാരാക്കി അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ ആലിഹത്തിനെ അല്ലെങ്കിൽ സമന്മാരെ ഇഷ്ടപ്പെട്ടവർ വലൗ യറൗന ഇദ് യറൗനൽ അദാബ്, അവർ അദാബിനെ കാണുന്ന സമയം അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഇദ്മാറായി പറയേണ്ടടുത്ത് കർത്താവിനെ ഇബ്ഹാറാക്കി പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ഇബ്ഹാറാക്കി പറഞ്ഞത്? അവർ എന്ന് പറയാതെ ദുൽമ് ചെയ്തവർ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതിലെ പൊരുളും യുക്തിയും അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവർ ദുൽമ് ചെയ്തവരാണ്. ദുൽമ് ചെയ്തവർ ഇക്കൂട്ടരിൽ പരിമിതരല്ല. ദുൽമ് ചെയ്തവരുടെ ഗണം ഇവരെ വിട്ട് പലതാണ്. അതുകൊണ്ട് ഇവരും ഉൾപ്പെടണം, ഇതര വാലിമീങ്ങൾ ദുൽമ് ചെയ്തവരും ഉൾപ്പെടണം. അവരൊക്കെ ഉൾപ്പെടും ഇവിടെ ഈ വിഷയത്തിൽ എന്നത് ദ്യോതിപ്പിക്കാനാണ് ഇദ്മാറിൻ്റെ സ്ഥാനത്ത് ഇബ്ഹാർ. അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആശയം വരേണ്ടിടത്ത് ദുൽമ് ചെയ്തവർ അക്രമികൾ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറയുകയുണ്ടായത്. വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്, ദുൽമ് ചെയ്തവർ അദാബിനെ കാണുകയായാൽ അല്ലെങ്കിൽ കാണുന്ന സമയം എന്താ? ജവാബ് പറഞ്ഞില്ല. എന്തുകൊണ്ട് ജവാബ് പറഞ്ഞില്ല? പണ്ഡിതന്മാർ പറഞ്ഞു വജവാബു ലൗ മഹ്ദൂഫുൻ, ലൗ എന്നതിൻ്റെ ജവാബ് കളയപ്പെട്ടു. അതെന്തിന്? ലിഖസ്ദി തഫ്ഖീമി വ തഹ്വീലിൽ അംരി, ആ അദാബിൻ്റെ ഗൗരവത്തെ, ആ അദാബ് ഏറെ ഗൗരവപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, കാര്യം ഭീകരവും ബീഭത്സവുമാണ് എന്നത് ഉദ്ദേശിച്ചാണ് അത് പറയാതിരുന്നത്. ലിതദ്ഹബൻ നഫ്സു ഫീ തസ്വീരിഹി കുല്ല മദ്ഹബിൻ മുംകിനിൻ, ആ കാണുന്ന ശിക്ഷയെ കാണുന്ന സമയത്ത് ശിക്ഷയുടെ ഗാംഭീര്യം, ഗൗരവം അതേതൊക്കെ നിലക്ക് കോലപ്പെടുത്തണമോ അതെല്ലാം കോലപ്പെടുത്തുവാനാണ് അതവിടെ പറയാതിരുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനത്തെ പല ആയത്തുകളുണ്ട്. സൂറത്ത് അൻആമിൽ വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമികൾ മരണത്തിൻ്റെ സക്രാത്തിൽ കിടക്കുന്ന സമയം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, വൽ മലായികത്തു ബാസിതൂ ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടുന്നതായ ആ സമയം. ജവാബ് പറഞ്ഞിട്ടില്ല. വലൗ തറ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ എന്താ? അത് ഭയാനകമായ ചില രംഗങ്ങളാണ്, ഭീകരമായ ചില അവസ്ഥകളാണ് എന്ന് വായിക്കാനാണത്. അതേപോലെ സൂറത്ത് അൻആമിൻ്റെ തന്നെ 27 വലൗ തറാ ഇദ് വുഖിഫൂ അലന്നാർ, നരകത്തിന്മേൽ അവർ നിർത്തപ്പെടുന്ന സമയം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ എന്താ? അതെന്ത് എന്ന് പറഞ്ഞില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെ ഭീകരാവസ്ഥകൾ ചിന്തിക്കാനുണ്ടോ, ആലോചിക്കാണ്ട് അതൊക്കെയും മനസ്സിൽ വരാനാണ് ഈ ജവാബിനെ പറയാതിരിക്കുന്നത്. ഭാഷയിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ തന്നെ പറയില്ലേ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റാലുണ്ടല്ലോ എന്ന് പറയും, അല്പം ഈർഷ്യഭാവത്തിൽ. എഴുന്നേറ്റാൽ എന്ത് എന്നുള്ളത് പറയില്ല. കാരണം എന്താ? ആ എഴുന്നേറ്റാൽ ഇവിടെ പലതും നടക്കും, നിന്നെ ഞാൻ ഒതുക്കും, നിന്നെ ഞാൻ ഇരുത്തും, നിന്നെ ഞാൻ പിടിക്കും, നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും, ഇങ്ങനെ പലതും വായിക്കാനാണ് ആ പ്രയോഗം. അതുപോലെയാണ് ഇവിടെയും. അതുകൊണ്ടാണ് അവിടെ ജവാബ് പറയാതിരുന്നത്. ഇവിടെ ജവാബ് പറയപ്പെട്ടിട്ടില്ലെങ്കിലും അദാബ് കാണുന്ന ദിവസം എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അംബിയായിൻ്റെ 39-40 വചനങ്ങളിൽ ലൗ യഅലമുല്ലദീന കഫറു ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമുൻ നാർ വല അൻ ദുഹൂരിഹിം വലാ ഹും യുൻസറൂൻ ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫലാ യസ്തതീഊന റദ്ദഹാ വലാ ഹും യുൻദറൂൻ. ഇവിടെ എന്താ പറഞ്ഞത്? അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമുൻ നാർ, അവരുടെ മുഖത്തെ തൊട്ട് നരകത്തി
അവർക്ക് തടുക്കാനാവുകയില്ല ആ ഒരു സമയം അറിഞ്ഞിരുന്നുവെങ്കിൽ. വല അംദുഹൂരിഹിം, അവരുടെ മുതുകിനെ തൊട്ടും നരകത്തി തടുക്കാൻ അവരാകാത്ത സമയം അതാ വിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. നരകത്തി മുന്നിലൂടെ നക്കി തുടക്കാൻ വരും, പിന്നിലൂടെയും നക്കി തുടക്കാൻ വരും. അപ്പോൾ അതിനെ ഒന്ന് ചെറുക്കാനാകാത്ത സമയം, അതാണ് അദാബ് കാണുന്ന സമയം. അദാബിലെത്തിയിട്ടല്ല. അള്ളാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ബൽ തഅതീഹിം ബഗ്തഹ് ഫതബ്ഹതുഹും, പൊടുന്നനെയായിരിക്കും അതവരിലേക്ക് വരിക, അതവരെ അമ്പരപ്പിച്ച് കളയും. ഫലാ യസ്തതീഊന റദ്ദഹാ വലാ ഹും യുൻദറൂൻ, ആ നരകത്തീനെ ചെറുക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് ഇട നൽകപ്പെടുകയും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സൂറത്ത് കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അദാബിനെ കാണുന്ന ആ സമയത്തെക്കുറിച്ച്. വറഅൽ മുജ്രിമൂന അന്നാറ ഫദന്നൂ അന്നഹും മുവാഖിഊഹാ വലം യജിദൂ അൻഹാ മസ്രിഫ, കുറ്റവാളികൾ നരകത്തീനെ കാണും, അവർ അതിലേക്ക് പതിക്കുകയാണ് എന്ന് അവർക്ക് ഉറപ്പാകും. വലം യജിദൂ അൻഹാ മസ്രിഫ, അതിൽ നിന്ന് വഴിമാറിപ്പോകാൻ, രക്ഷപ്പെടാൻ ഒന്നുമേ കാണാത്ത ആ അവസ്ഥ. നോക്കൂ നിങ്ങൾ, ശിക്ഷയെ കാണുന്ന സമയം, അതിൻ്റെ ഒരു വിഷയം അള്ളാഹു പറയുന്നത്. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറ, നരകം അവരെ വിദൂര സ്ഥാനത്ത് നിന്ന് കാണുകയായാൽ, സമിഉ ലഹാ തഗയ്യുദ, ആളുകൾക്ക് നരകം കോപിച്ച് ഗർജിക്കുന്നതായി കേൾക്കാം. വസഫീറ, അത് ചൂളം വിളിക്കുന്നതും അവർക്ക് കേൾക്കാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇതേപോലെ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈദ് എന്നാണ്. അവർ ആ നരകത്തിലേക്ക് ഇടപെടുകയായാൽ, ഇട്ടിട്ടില്ല, ഇടാൻ പോവുകയാണ്, അവർ ആ നരകത്തീനെ കാണുകയാണ്, അതിലേക്ക് അവർ വീഴ്ത്തപ്പെടാൻ പോവുകയാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. സമിഉ ലഹാ ശഹീഖ വഹിയ തഫൂർ, കോപിച്ചിളകി. ഇദാ ഉൽഖൂ ഫീഹാ, അവർ അതിലേക്ക് ഇടപെടുകയായാൽ, തള്ളപ്പെടുകയായാൽ, സമിഉ ലഹാ ശഹീഖ, അതിനൊരു ഗർജനം അവർക്ക് കേൾക്കാം എന്നാണ്. വഹിയ തഫൂർ, അത് തിളച്ച് ഇളകി മറിയുന്ന അവസ്ഥയിൽ. തകാദു തമയ്യസു മിനൽ ഗൈദ് എന്നാണ്, കോപം കാരണത്താൽ അത് പിളർന്ന് മുറിഞ്ഞു പോകുമാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. നരകത്തിലേക്ക് വീഴ്ത്തപ്പെടാൻ പോവുകയാണ്, ശിക്ഷ അവർ കാണുകയാണ്. ആ ഹാലിൽ നരകത്തിൻ്റെതാണ് ഈ പറയുന്നത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇങ്ങനെ പല വചനങ്ങളും. വഇദാ റഅല്ലദീന ളലമുൽ അദാബ ഫലാ യുഖഫഫു അൻഹും വലാ ഹും യുൻദറൂൻ, അക്രമികൾ, അല്ലദീന ളലമു, ദുൽമു ചെയ്തവർ, അദാബിനെ കാണുകയായാൽ, വഇദാ റഅല്ലദീന ളലമുൽ അദാബ്, എന്താ, ഫലാ യുഖഫഫു അൻഹും, അവർക്ക് ലഘൂകരണമില്ല, വലാ ഹും യുൻദറൂൻ, അവർക്ക് കാലതാമസം നൽകപ്പെടുകയും ഇല്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്, ദുൽമു ചെയ്തവർ അദാബിനെ കാണുന്ന ആ സമയം അവർ അത് കണ്ടിരുന്നുവെങ്കിൽ, അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താ കാഴ്ച? അതിവിടെ പറഞ്ഞില്ല, പക്ഷെ വിശുദ്ധ ഖുർആനിൽ മറ്റു പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതുപോലത്തെ വചനങ്ങളിൽ ചിലയിടത്ത് പറഞ്ഞില്ല. അത് എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞ വചനങ്ങൾ നമ്മൾ കേട്ടല്ലോ. കാഴ്ചയുടെ വൈവിധ്യങ്ങൾ, ഭീകരമായ വ്യത്യസ്ത അവസ്ഥകൾ, ഭീകരമായി കേൾക്കാനുള്ളത്, ഭീതിജനകമായി കാണാനുള്ളത്, അപകടകരമാം വിധം അനുഭവിക്കാനുള്ളത്. അള്ളാഹു നമ്മെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതൊക്കെയും ഈ ജവാബായി ഇവിടെ മനസ്സിലാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജവാബിനെ വ്യംഗ്യമാക്കിയത്, വ്യക്തമാക്കാതെ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ വലൗ യറല്ലദീന ളലമു എന്നിടത്ത് ഈ അല്ലദീന ളലമു, ദുൽമു ചെയ്തവർ എന്ന് പറയപ്പെട്ടവർ ആരാണ്? അല്ലദീന ളലമു എന്നാണ് പറഞ്ഞത്, ദുൽമു ചെയ്ത ഒരു കൂട്ടർ. ളലമു എന്നതിൻ്റെ കർമ്മം ഇവിടെ പറഞ്ഞില്ല. ആരോട് ദുൽമു ചെയ്തു, എന്തിനോട് ദുൽമു ചെയ്തു, അതിവിടെ പറഞ്ഞില്ല. അതെന്തുകൊണ്ട്, ആരോടൊക്കെ എന്തിനോടൊക്കെ ദുൽമു ചെയ്തോ അതൊക്കെയും വായിക്കപ്പെടുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പറയപ്പെട്ട അല്ലദീന ളലമു ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ആളുകളാണ്. അവരാണ് ഇവിടെ പറഞ്ഞതായ അല്ലദീന ളലമു. അവർ ആരോടൊക്കെ ദുൽമു ചെയ്തിട്ടുണ്ട്? അവർ ഏറ്റവും വലിയ ദുൽമു ചെയ്തത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയോടാണ്, അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനോടാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ഷിർക്ക് അത് മഹാദുൽമാണ്, ദുൽമു തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. അദ്ദുൽമു സലാസത്തുൻ, ദുൽമ് 3 രീതിയിലുണ്ട്.
ഫദുൽമുൻ ലാ യഗ്ഫിറുഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കാത്ത ദുൽമുണ്ട്. വദുൽമു യഗ്ഫിറുഹു, അള്ളാഹു പൊറുക്കുന്ന ദുൽമുണ്ട്. വദുൽമുൻ ലാ യത്രുകുഹു, അള്ളാഹു ഉപേക്ഷിക്കാത്ത ദുൽമുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽമിൻ്റെ 3 ദീവാൻ അല്ലെങ്കിൽ 3 വകുപ്പുകൾ എണ്ണിയ ശേഷം ഫഅമ്മ ദുൽമുല്ലദീ ലാ യഗ്ഫിറുഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കാത്ത ദുൽമ്, ഫശിർക്ക്, അത് ശിർക്കാകുന്നു. ഖാലല്ലാഹ്, അള്ളാഹു പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അദീം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽമിൻ്റെ മറ്റ് വകുപ്പുകൾ 2 എണ്ണുകയുണ്ടായി. ഇവിടെ നമ്മുടെ വിഷയം അല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ, അവരുടെ ദുൽമ് ഏറ്റവും കടുത്തതും ക്രൂരവുമായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നേരെയാണ്. ദുൽമ് ഹനിക്കലാണ്, കുറക്കലാണ്, അക്രമമാണ്, ക്രമം തെറ്റിക്കലാണ്. അള്ളാഹുവിനുള്ള അവകാശത്തെ അവർ ഹനിക്കുന്നു. ദുൽം എന്ന് പറഞ്ഞാൽ നഖ്സ്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞില്ലേ, 2 തോട്ടക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളുടെ തോട്ടം കിൽതൽ ജന്നതൈനി ആതത് ഉകുലുഹാ വലം തദ്ലിം മിൻഹു ശൈഅ, വലം തദ്ലിം മിൻഹു ശൈഅ, അവനൊട്ടും കുറവ് വരുത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദുൽമ് കുറവ് വരുത്തലാണ്. ശിർക്ക് ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ അവകാശത്തെ ഹനിക്കുന്നു, അവകാശം മറ്റുള്ളവർക്ക് വഴിമാറ്റി അക്രമം ചെയ്യുന്നു. അള്ളാഹുള്ള അവകാശം മറ്റുള്ളവർക്ക് വഴിമാറ്റുമ്പോൾ, വീതം വെക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുന്നു. അതുകൊണ്ടാണ് ഷിർക്കിന് ദുൽമ് എന്ന് പറയപ്പെട്ടത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്ന് പറഞ്ഞില്ലേ, ദുൽമ് കലർത്താതെ വിശ്വാസം പുൽകിയവർ എന്ന്, ഷിർക്ക് കലർത്താതെ എന്നാണ് അവിടെ ദുൽമ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള അള്ളാഹുവിൻ്റെ അവകാശത്തിന് നേരെയുള്ള ദുൽമാണ് ഷിർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ശിക്ഷയെ കാണുന്ന സമയം അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറയാതെ അക്രമികൾ ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പ്രയോഗിച്ചതിൽ എല്ലാ ദുൽമ് ചെയ്തവരും അപ്രകാരം ഈ ആയത്തിൻ്റെ കോർവയിൽ ഷിർക്കാകുന്ന മഹാദുൽമ് ചെയ്തവർ, ഇത് പ്രത്യേകം വായിക്കാനാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് അള്ളാഹുവിന് സമന്മാരെ തീർക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് രക്ഷാത്തേട്ടം നടത്തി, അഭയത്തേട്ടം നടത്തി, സഹായത്തേട്ടം നടത്തി അള്ളാഹുവിൽ സമന്മാരെ തീർക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്ത്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കി, അള്ളാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിച്ച്, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കി, അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷയും പേടിയും വെച്ച് പുലർത്തി, ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്നവർ അവർ ദ്രോഹിക്കുന്നു, അക്രമം ചെയ്യുന്നു അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഹഖിന് നേരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ അഹദുൻ അസ്ബറ അലാ അദൻ യസ്മഉഹു മിനല്ലാഹ് അസ്സ വജൽ, അള്ളാഹുവോളം ദ്രോഹം കേട്ടിട്ട് ക്ഷമിക്കുന്ന ആരുമേ ഇല്ല. എന്താ ദ്രോഹം? ഇന്നഹും യജഅലൂന ലഹു നിദ്ദ, അവർ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്നു, ഉണ്ടാക്കുന്നു. വയജഅലൂന ലഹു വലദ, സന്തതിയെ നിശ്ചയിക്കുന്നു. വഹുവ മഅ ദാലിക്, അതോടൊപ്പം അവൻ അള്ളാഹു യർസുഖുഹും, ഈ സമന്മാരെ ഉണ്ടാക്കുന്നവർക്ക്, സന്തതികളെ സങ്കല്പിക്കുന്നവർക്ക് അന്നം നൽകുന്നു. വയുആഫീഹിം, സൗഖ്യം നൽകുന്നു. വയുഅതീഹിം, അവർക്ക് പലതും അള്ളാഹു കനിയുന്നു. അപ്പോൾ ഈ സമന്മാരെ സ്വീകരിക്കുന്നത്, സന്തതികളെ സങ്കല്പിക്കുന്നത് ദ്രോഹമാണ്, അക്രമമാണ്. വലൗ യറല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ, അവരുടെ ദുൽമ് ആരോട് അത് പറഞ്ഞില്ല, പക്ഷേ അതിൽ പ്രഥമവും പ്രധാനവും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവൻ്റെ ഹക്കിന് നേരെ എന്നുള്ളത് മനസ്സിലാക്കാനാണ് അവിടെ ആ കർമ്മം വ്യംഗ്യമാക്കിയത്, പറയാതിരുന്നത്. വലൗ യറല്ലദീന ളലമു എന്നുള്ളിടത്ത് ദുൽമ് ചെയ്തവർ, അവരുടെ ദുൽമ് പിന്നെയും ഉണ്ട്. ആരോട്? അവർ സമന്മാരാക്കിയവരോട്. അള്ളാഹുവിന് സമന്മാരെ തീർക്കാൻ അവരാരെയാണോ സ്വീകരിച്ചത് അവരോട്. അവർ സ്വീകരിച്ചവരിൽ നബി പുങ്കവന്മാരുണ്ട്, അവരിൽ മലക്കുകളുണ്ട്, സാലിഹീങ്ങളും സജ്ജനങ്ങളുമുണ്ട്. മലക്കുകളും നബി പുങ്കവന്മാരും സാലിഹീങ്ങളും അള്ളാഹുവിന് സമന്മാരാക്കപ്പെടുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നവരല്ല, അത് സമ്മതിക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരുമല്ല. അവർ അതിൻ്റെ എതിരാളികളും അതിനെതിരിൽ അഹോരാത്രം പ്രബോധനം നടത്തുന്നവരും പണിയെടുക്കുന്നവരുമായിരുന്നു. അവരൊക്കെയും ഈ ഒരു മഹാവിപത്തിനെ എതിർക്കാനും തിരുത്താനുമാണ് പരിശ്രമിച്ചിട്ടുള്ളത്. വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ കാനു റിജാലൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിലെ സജ്ജനങ്ങളായിരുന്നു ഇവർ. അള്ളാഹുവിന് പുറമെ സമന്മാരായി സ്വീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് ഇവരോടുള്ള ദ്രോഹമല്ലേ? അല്ലദീന ളലമു, ഈ അക്രമികൾ, ദുൽമു ചെയ്തവർ, ഇവരോടൊക്കെ ദുൽമു ചെയ്തവരായില്ലേ? അതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഉമ്മ മറിയം അലൈഹിസ്സലാം, യാ ഈസ ബിന മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്നെയും എൻ്റെ ഉമ്മയെയും
അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ അതറിയിക്കുന്നത് എന്താ? ഇവർ ആരാധ്യന്മാരായി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ, അള്ളാഹുവിന് സമന്മാരായി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ. അത് ഈസയോടും ഉമ്മ മറിയമിനോടും അലൈഹിം അസ്സലാം ഉള്ള ദുൽമല്ലേ. വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് ഫയഖൂലു അഅൻതും അദ്ലൽതും ഇബാദി ഹൗലാഇ അം ഹും ضلوا السبيل. ആരാധിച്ചിരുന്നവരെയും ആരാധ്യന്മാരെയും അള്ളാഹുവെ കൂടാതെ ആരാധിച്ചിരുന്നവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോക കോടതിയിൽ അള്ളാഹു ചോദിക്കും ആരാധിക്കപ്പെട്ട ആളുകളോട്, അൻതും അദ്ലൽതും ഇബാദി, നിങ്ങളാണോ എൻ്റെ ദാസന്മാരെ വഴികേടിലാക്കിയത്? അം ഹും ضلوا السبيل, അതല്ല അവർ ഈ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഖാലൂ, ചോദിക്കപ്പെടുന്ന ആളുകൾ പറയും, സുബ്ഹാനക്, അല്ലാഹുവേ നീ പരിശുദ്ധൻ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാതെ ഒരു ഔലിയായിനെയും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പാടുള്ളതല്ലല്ലോ. ഈ ചോദിക്കപ്പെടുന്നവർ ആരാണ്? ചോദിക്കപ്പെടുമ്പോൾ സുബ്ഹാനക് എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നവർ ആരാണ്? അതിൽ ഈസയുണ്ട്, ഉസൈറുണ്ട്, മലക്കുകളുണ്ട്, അതിൽ നബിമാരും സൽവൃത്തരും ഒക്കെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് തങ്ങളെ സമന്മാരാക്കുക എന്നുള്ളത് ഇവർ സമ്മതിക്കുന്ന വിഷയമാണോ? അവർക്ക് സങ്കല്പിക്കാനാകുന്ന വിഷയമാണോ? എന്നിട്ടും അവരെ സമന്മാരാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവരോട് ചെയ്യുന്ന ദ്രോഹല്ലേ. അപ്പോൾ അല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ എന്ന് പറയുമ്പോൾ അവരുടെ ദുൽമ് ഇങ്ങനെയുള്ള മഹത്തുക്കളോടുമുണ്ട്. അതും ഇവിടെ ഉദ്ദേശമാണ്. തീർന്നില്ല, അവരുടെ ദുൽമ് സ്വന്തങ്ങളോടാണ്, താങ്കളോടാണ്. അതെങ്ങനെ? അവർ ദുൽമ് ചെയ്ത് സ്വന്തത്തെ ഇഹത്തിൽ അശുദ്ധമാക്കി, നിന്യവും ഹീനവുമാക്കി, ആഖിറത്തിൽ ശിക്ഷക്കുള്ള വിറകാക്കി, നരകത്തിൽ കത്താൻ അവർ വിറകുകളായി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചപ്പോൾ ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതമാണ് അവർക്ക് നൽകിയത്. മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലാ ഹാദിഹിൽ ഫിത്ര ഇല്ലാ യൂലദു അലാ ഹാദിഹിൽ മില്ല, ഇസ്ലാമിക മില്ലത്തിലായിട്ടല്ലാതെ ഒരു കുഞ്ഞും ഇവിടെ ജനിക്കുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതിയിലാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ ഗൗരവത്തിൽ ഉണർത്തിയൊരു വിഷയമാണ്. അൽ അസ്വദ് ഇബ്നു സരീഅ് താൻ സാക്ഷിയായ ഒരു സംഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധദിനം ഒരു കൊച്ചു സൈന്യത്തെ നിയോഗിച്ചു. ആ കൊച്ചു സൈന്യം യുദ്ധാർഹരായ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തു. ആ മുശ്രിക്കുകളെ അവർ വധിച്ചു. പക്ഷേ അവർ ഫഅഫ്ളാ ബിഹിമുൽ ഖത്ലു ഇല ദുർരിയ എന്നാണ്, ആ മുശ്രിക്കുകളുടെ കുട്ടികളെ വധിക്കുന്നിടത്തേക്ക് അവരെത്തി. അങ്ങനെ അവർ മടങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹമലക്കും അലാ ഖത്ലി ദുർരിയ, ആ മുശ്രിക്കുകളുടെ മക്കളെ കൊല്ലുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്ത്? അപ്പോൾ അവർ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ കാനു ഔലാദൽ മുശ്രിക്കീൻ, തിരുദൂതരെ മുശ്രിക്കുകളുടെ മക്കളല്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖിയാറക്കും അബ്നാഉൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ മക്കൾ നിങ്ങളിൽ ശ്രേഷ്ഠരാണ്, മക്കൾ വിശുദ്ധരാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, അലാ ലാ തഖ്തുലൂ ദുർരിയതൻ, അലാ ലാ തഖ്തുലൂ ദുർരിയതൻ, കുട്ടികളെ കൊല്ലരുതേ, കുട്ടികളെ കൊല്ലരുതേ, ആവർത്തിച്ചു. എന്നിട്ട് അനുബന്ധം പറഞ്ഞു, കുല്ലു നസമത്തിൻ തൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ഫിത്രത്തിലാണ് ജന്മം കൊള്ളുന്നത്, ഇസ്ലാമിക പ്രകൃതിയിൽ. ഹത്ത യുഅ്രിബ അൻഹാ ലിസാനുഹ, സ്വന്തം നാവ് കൊണ്ട് പറയാൻ അവസരം ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞെങ്കിൽ വകതിരിവെത്തി പ്രായപൂർത്തിയെത്തി ബുദ്ധി ഉറച്ച് പറയുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇവിടെ ഞാൻ ഇത് ഉദ്ധരിച്ചത് എല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു, പാപം ചെയ്ത് പിന്നീട് അള്ളാഹു നൽകിയ ഈ നല്ല പ്രകൃതിയെ, ശുദ്ധ പ്രകൃതിയെ പാപികൾ മലിനമാക്കുന്നു. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. അതിനെ ശരിപ്പെടുത്തിയ അള്ളാഹുവെ പിടിച്ചു സത്യം ചെയ്യുകയാണ്. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും അതിന് ബോധനമേകിയതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച് പിന്നെ പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, സ്വന്തത്തെ സംസ്കരിച്ചവൻ, നന്നാക്കിയവൻ തീർച്ചയായും വിജയം വരിച്ചു, അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു, ഇച്ഛാഭംഗപ്പെട്ടു എന്ന്. ശുദ്ധ പ്രകൃതി നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംസ്കരിക്കുവാൻ, നന്നാക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്, കൽപ്പിക്കുകയാണ്. സംസ്കരണത്തിൽ തുടർത്താൻ, മലിനപ്പെടുത്തരുത്, ദുഷിപ്പിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിക്കുകയാണ്. പക്ഷെ മനുഷ്യന്മാർ പാപം ചെയ്ത് ശുദ്ധമായതിനെ മലിനമാക്കുന്നു, അശുദ്ധമാക്കുന്നു. അപ്പോൾ അവർ ആ നഫ്സിനോട് ചെയ്യുന്നത് എന്താണ്? അക്രമമാണ്, ദുൽമാണ്. അതാണിവിടെ വലൗ യറല്ലദീന ളലമു, ദുൽമ് ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ. ആരോട് ദുൽമ് ചെയ്തവർ? സ്വന്തത്തോട് ദുൽമ് ചെയ്തവർ. ഇതും ഇവിടെ ഉദ്ദേശമാണ്. അപ്പോൾ അള്ളാഹുവിനോട്, അവൻ്റെ ഹക്കിനോട്
അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ച് മഹത്തുക്കളെയും പുണ്യാളന്മാരെയും സമന്മാരാക്കിയിട്ട് അവരോട് ദ്രോഹം ചെയ്തവർ, പിന്നെ സംശുദ്ധമായിരുന്ന തൻ്റെ നഫ്സിനെ വിശിഷ്യ ശിർക്ക് ചെയ്ത് മലിനമാക്കിയ ആ നഫ്സുകൾ, അതിനോടൊക്കെ അക്രമം ചെയ്തവർ, അതാണിവിടെ ഉദ്ദേശം. ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ് എന്നാണ്. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, ഇവിടെ അന്ന എന്നുള്ളത് തീർച്ചയായും എന്ന അർത്ഥവും അതേപോലെ തഅലീൽ കാരണം എന്ന ആശയവും ദ്യോതിപ്പിക്കാനാണ്. ദുൽമ് ചെയ്തവർ അദാബിനെ കാണുമ്പോൾ പല ഭീതിപ്പെടുത്തുന്നതും ഭയാനകവുമായ കാഴ്ചകൾ അവർക്ക് കാണാനുണ്ട് എന്നാണല്ലോ ആശയം. കാരണം തീർച്ചയായും ഈ അദാബ് കൊടുക്കുന്ന, അദാബിന് വിധേയമാക്കുന്ന അള്ളാഹു, അവൻ എല്ലാത്തിനും കഴിവുറ്റവനും. ആ അദാബ് നൽകുമ്പോൾ എല്ലാ കഴിവും അവന് പ്രത്യേകമാണ് എന്നുള്ളതുമാണ്. അതാണിവിടെ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. കാരണം എല്ലാ കഴിവും അള്ളാഹുവിന് പ്രത്യേകമാണ്. അള്ളാഹുവിൻ്റെ അദാബാണിത്. അതാണ് ആ കാണുന്നത്. അള്ളാഹുവിനാകുന്നു കഴിവുകൾ മുഴുവൻ. ഈ കാണുന്നത് ലിഅന്നഹു അദാബുല്ലാഹ് വലില്ലാഹിൽ ഖുവ്വത്തു ജമീഅ, അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അള്ളാഹുവിനാകുന്നു കഴിവ് മുഴുവനും. ജമീഅ ജിൻസിൽ ഖുവ്വത്തി സാബിത്തുൻ ലില്ലാഹ്, അതാണ് അതിൻ്റെ അർത്ഥം. ശക്തിയുടെ എല്ലാ വകുപ്പും അത് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടതാകുന്നു. മാത്രമല്ല വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു സുബ്ഹാനഹു വതആല കഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഷദീദുൽ അദാബ് എന്ന് പറഞ്ഞാൽ കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നതാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാഠിന്യവും കരുത്തിൻ്റെ പൂർണ്ണതയും നമ്മൾ പലയിടത്ത് പഠിച്ചു പോകുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ളതായ ഭാഗങ്ങൾ നമുക്ക് വരും. സൂറത്തുൽ ബഖറയിലെ 166 വചനം, അത് ഈ ഒരു ആശയത്തിൻ്റെ തുടർച്ച തന്നെയാണ്. വിശദമായി നമുക്ക് പഠനം തുടരാം ബിഇദ്നില്ലാഹ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.